അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പനിയായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോ സീരീസ് ആയതുകൊണ്ടാണ് നമ്മളിത് മുടങ്ങാണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നലെ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് പുതിയ ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. അതിൽ തന്നെ മെയിനായിട്ടും നമ്മുടെ മാത്യൂസിൻ്റെ ലവ്ലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ തുടരും സിനിമ ഇപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്തു പോകുന്നു, അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ എങ്ങനെയുണ്ട്, പടക്കളം കയറുമായിരുന്നുണ്ടായിരുന്നു, അപ്പോൾ പടക്കളത്തിൻ്റെ കളക്ഷൻ എങ്ങനെയുണ്ട്, അപ്പോൾ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാത്യൂസിൻ്റെ ഇന്നലെ റിലീസ് ചെയ്ത ലവ്ലി എന്ന് പറഞ്ഞ സിനിമ നോക്കാം. ലവ്ലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വളരെ കുറഞ്ഞൊരു കളക്ഷനാണ് ഇന്നലെ വന്നിരിക്കുന്നത്. വെറും 16 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും ഡേ 1 കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസും ഒന്നും നമുക്ക് ഡാറ്റ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ ഈ 16 ലക്ഷം എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു തുകയാണ്. അപ്പോൾ ഇതിന് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ കളക്ഷൻ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇത് ഹിറ്റാകുമോ ഫ്ലോപ്പ് ആകുമോ എന്നുള്ള കാര്യം. അപ്പം അതിനുശേഷം നമ്മുടെ സുരാജിൻ്റെയും ഷറഫുദ്ദീൻ്റെയൊക്കെ പടക്കളം എന്ന് പറഞ്ഞ സിനിമ നോക്കാം. പടക്കളം എന്ന് പറഞ്ഞ സിനിമയുടെ ഡേ 9 കളക്ഷനാണ്. 9ാമത്തെ ദിവസം വെള്ളിയാഴ്ച കേരളത്തിൽ നിന്നും വന്നിരിക്കുന്ന കളക്ഷൻ 58 ലക്ഷം രൂപയാണ്. അതായത് ഇപ്പോഴും വളരെ നന്നായി തന്നെ ഹോൾഡ് ചെയ്യുന്നു. 60 ലക്ഷത്തിനടുത്ത് കളക്ഷൻ ഇപ്പോഴും വരുന്നുണ്ട്. ഇനി ടോട്ടൽ 9 ദിവസത്തിൽ നിന്ന് കേരളത്തിൽ നിന്നും മാത്രം 4,90,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 52 ലക്ഷവും, ഓവർസീസിൽ നിന്നും 1,35,00,000 രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ടോട്ടൽ ഇപ്പോൾ വേൾഡ് വൈഡ് 9 ദിവസം കൊണ്ട് 6,77,00,000 രൂപയാണ് പടക്കളം കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് വളരെ മികച്ചൊരു കളക്ഷനിലേക്കാണ് മുന്നേറുന്നത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ 10 കോടിയും മറികടന്ന് മുമ്പോട്ട് പോയി ഇതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതിനുശേഷം നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നോക്കുവാണെങ്കിൽ ഇപ്പം ഡേ 8 ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഡേ 8 ഫ്രൈഡേയിൽ വന്നിരിക്കുന്നത് കേരള 78 ലക്ഷം രൂപ. അപ്പോൾ ഇതേ വീണ്ടും 80 ലക്ഷത്തിനടുത്ത് തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരുപാട് സിനിമകൾ ഇറങ്ങി, ഒരുപാട് ഷോസ് കുറഞ്ഞെന്ന് പറഞ്ഞാലും 80 ലക്ഷം തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നലെ വന്നിരിക്കുന്നത് 16 ലക്ഷവും, ഓവർസീസിൽ നിന്ന് ഒരു $14,000, അതായത് ഏകദേശം 12 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ ഇന്നലെ മാത്രം ഡേ 8 മാത്രം 1,06,00,000 രൂപയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കളക്ഷൻ. ഇനി അതിനുശേഷം നമുക്ക് 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം 7,59,00,000. അതായത് കേരളത്തിൽ നിന്ന് മാത്രം വെറും 8 ദിവസം കൊണ്ട് 7,60,00,000 കളക്ഷൻ വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,51,00,000, ഓവർസീസിൽ നിന്നും $3,03,000, അതായത് ഏകദേശം 2,59,00,000 രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ടോട്ടൽ 8 ദിവസം കൊണ്ട് 11,60,00,000 രൂപയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ്റെ തുടരും സിനിമ നോക്കാം. തുടരും ഇപ്പോഴും റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിലെ നമ്പർ 1 മൂവിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും തന്നെയാണ്. അപ്പോൾ തുടരും സിനിമയുടെ 22ാമത്തെ ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള വന്നിരിക്കുന്നത് 1.5 കോടി രൂപയാണ്, 1,50,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യ മറ്റ് സിനിമകളൊക്കെ റിലീസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കളക്ഷൻ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. തമിഴ് വേർഷനും മലയാള വേർഷനും കൂടി ചേർത്തിട്ട് 10 ലക്ഷം രൂപയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഓവർസീസിൽ നിന്നും $1,40,000, അതായത് ഏകദേശം ഇന്ത്യൻ മണി 1,20,00,000 രൂപയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 22ാമത്തെ ദിവസം മാത്രം വേൾഡ് വൈഡ് 2,80,00,000 രൂപയാണ്. അപ്പോൾ ഇന്നലെയും 3 കോടിക്ക് അടുത്ത് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നു. ഇത് വലിയൊരു കളക്ഷനാണ്. അപ്പം നമുക്ക് ഇതുവരെയുള്ള ടോട്ടൽ 22 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 105,12,00,000, അതായത് കേരളത്തിൽ നിന്നും 105 കോടിയും മറികടന്നിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 18,79,00,000, അതായത് ഓൾമോസ്റ്റ് അറൗണ്ട് 19 കോടി ആയിരിക്കുന്നു. ഓവർസീസിൽ നിന്നും അറൗണ്ട് 10.67 മില്യൺ, അതായത് ഏകദേശം ഇന്ത്യൻ മണി 91,75,00,000 രൂപയും കളക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 22 ദിവസം കൊണ്ട് 215,70,00,000 രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് അറൗണ്ട് 216 കോടിയാണ് വെറും 22 ദിവസം കൊണ്ട് തുടരും സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ എവിടം വരെ പോകും, 250 കോടി അടിക്കുമോ, മഞ്ഞുമൽ ബോയ്സിനെ മറികടക്കുമോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ഈ വീക്കെൻഡ് കഴിയുമ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ സിനിമകളുടെ എല്ലാം കളക്ഷനുമായിട്ട് നാളെ രാവിലെ ഇതേ സമയത്ത് തന്നെ കാണാം.